3:16 ദൈവം വചനങ്ങൾ എല്ലാം ദൈവനിവേശിതമാണ്. വിശുദ്ധ ഗ്രന്ഥമെല്ലാം അത് പ്രബോധനത്തിനും തെറ്റിദ്ധാരണത്തിനും ശാസ്ത്രത്തിനും നീതിയുടെ പരിശീലനത്തിനും അതുവഴിയാണ് ജ്ഞാനവും പരിശുദ്ധത ഇല്ലെങ്കിലോ ദൈവരാജ്യം ഒന്നും അറിയില്ല. 16:19 അപ്പൊ ദൈവം കാണിച്ചു തരുന്നത് എങ്ങനെയാ ചെയ്യേണ്ടത്. കെട്ടിട്ട് കൊടുക്കാനുള്ളതല്ല. മറ്റുള്ളവർ ഒരു വിശുദ്ധ ബന്ധം കൊടുത്താൽ അത് ഒറ്റ ഒരാളുടെ മനസ്സാദരം വന്നാൽ മതി. അവരിൽ കൂടി എത്രയോ അവർ ജനറേഷൻ വരുന്നിടത്ത് അവരോട്ട് അതാരും ചെയ്യില്ല. ഉണ്ടോ? എവിടെ ചെന്നാലും ഇഷ്ടം വചനമാണ് അംശം. വചനം ഇല്ലെങ്കിലോ ജീവനില്ല. 1:5-12 വചനം ഇല്ലെങ്കിൽ ജീവനില്ല. പിന്നെ തലപ്പിന്റെ കുന്ന് നടക്കാം. വേണമെങ്കിൽ ഇവിടെ വൃത്തി വെക്കാം. ആവശ്യമില്ലാത്ത വചനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിലും അതുകൊണ്ട് വചനം ഉണ്ടെങ്കിൽ ഈശ്വരൻ ഉണ്ടാവുള്ളൂ. വചനം മാംസമായി നമ്മൾ വെക്കണം. അത് വിശുദ്ധ ബന്ധത്തിലൂടെ സാധിക്കുമല്ലോ. അല്ലെങ്കിൽ ബുദ്ധിയിലായിരിക്കും ദൈവരാജ്യം കാണുന്നത്. നിങ്ങൾക്ക് വായിക്കാം, അനേക പുസ്തകങ്ങൾ വായിച്ചു കൂട്ടാം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് 1 തിമോത്തി 6:20-21 വിജ്ഞാനാഭാസം വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നെന്ന് പറയുന്നത്. ഫിലോസഫി വരുമ്പോൾ വിശ്വാസത്തിന് വ്യതിചലിക്കുന്നു. മാതാപിതാക്കന്മാരെ ആരാധിച്ചാലോ കൊളോസസ് 2:17-23 വിശ്വാസത്തിന് വ്യതിചലിച്ചു. അവിടെ പിശാചാണ് പ്രവർത്തിക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞൊരു പളുങ്ക് മാത്രമാണ്. 2 കൊരിന്ത്യർ 4:7 അത് പെട്ടെന്ന് വെട്ടിപ്പോവും. അത് വിശുദ്ധ പത്രോസിനെയും പൗലോസിനെയും എല്ലാം മറക്കാനാണ് പലരും വന്നിരിക്കുന്നത്. അവരെ കളഞ്ഞാലോ എല്ലാം പോയി. പത്രോസും പൗലോസും യോഹന്നാനും ഇല്ലെങ്കിൽ അത് പോയിട്ട് വേണ്ടാത്ത പ്രജാപതിയും അതിലേക്ക് വരണം. കണ്ടോ? പത്രോസും പൗലോസുമാണ്. അതിനാണ് പത്രോസിന്റെ അഗാധ ദൈവീയ ജ്ഞാനം. റോമ 11:33-34 ദൈവത്തിന്റെ അഗാധ ജ്ഞാനം. പത്രോസിന്റെ വിശ്വാസം 2 പത്രോസ് 1:1-14 അതേ പാതയിൽ കൂടി നാം പോണം. 1 John 2:1-6 ഈശോ നടന്ന അത് സ്നേഹത്തിന്റെ പാതയാണ്. അവര് പറഞ്ഞെല്ലാം നാം സ്വീകരിക്കണം. അല്ല സ്വന്തം യുക്തിയോ വാദം ഒന്നും എടുത്തുകൂടാ. എങ്ങനെ സംഭവിക്കും ഒന്ന്. അതുകൊണ്ട് ആ പഴയതെല്ലാം തന്നിരിക്കുന്നത് എന്തിനാ വിശുദ്ധന് വന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത് 2 പത്രോസ് 1:12-15 അതുപോലെ വിശുദ്ധ പത്രോസ് പൗലോസിനെ പറ്റി കൂടി നമുക്ക് മുന്നറിയിപ്പ് വരുന്നു. കാര്യം പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുന്നതിന് അറിവില്ലാത്തവനും ചാഞ്ചല ഹൃദയനും വളച്ചൊടിക്കും. ആത്മാവിൽ വരാത്തവനും അവന്റെ നാശത്തിനായി വളച്ചൊടിക്കും. ഒന്ന് വളച്ചാൽ മതി, എല്ലാം വളയും. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത് 2 പത്രോസ് 1:20-21 വാക്യവും വിശുദ്ധ ലേഖനങ്ങളൊന്നും വ്യാഖ്യാനത്തിനുള്ളതല്ല. അത് ദൈവനിവേശനമാണ്. ദൈവത്തിന്റെ ആത്മാവിൽ മനുഷ്യൻ സംസാരിച്ചവയാണ്. അതുകൊണ്ടാണ് 2 പത്രോസ് 3:14-18 ബ്രാക്കറ്റ് ഇട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഈ പല വിഭാഗങ്ങളെല്ലാം തർക്കിക്കാനും പിടിക്കാനൊക്കെ നടക്കുന്നത്. ഈശോന്റെ വചനം വെച്ച് മറ്റൊരു ഈശോന്റെ വചനം സ്വീകരിക്കും അദ്ദേഹത്തിൽ. ചിലർ വിചാരിക്കും പ്രബോധകരാകാനായിട്ട് ആഗ്രഹിക്കും. 1 തിമോത്തി 1:6-7 അവർക്ക് കൂടുതൽ കടുത്ത ശിക്ഷ വിധിക്കുന്നത് 3:1 ഇതെല്ലാം അറിയണമെങ്കിൽ നമുക്കെന്ത് വേണം? നാം ബുദ്ധിയുണ്ട്. ബുദ്ധി കൊണ്ട് വേണം. 1 Corinthians 12:10 ഞാൻ ആദ്യം വന്നപ്പോ പറഞ്ഞ വചനമാണ് ഇവിടെ. എന്തുകൊണ്ടാണെന്നറിയാം? അതില്ലെങ്കിൽ കാറ്റൊക്കെ പോകും. ബുദ്ധിയിൽ വചനം ബുദ്ധിയിൽ വ്യാഖ്യാനം പോകും. നിങ്ങൾ ആത്മാവിൽ വരണം. ആത്മാവിൽ വന്ന് ആത്മാവിൽ ജീവിച്ച് ആത്മാവിൽ പ്രോസസ് 1:29 ശക്തിയോടെ കൃപയിൽ വരണം. കൃപ ആരാണെന്നറിയാമല്ലോ? അതിന്റെ വചനങ്ങളുണ്ടാകണം. യോഹന്നാൻ 1:14 1:14-17 കൃപയിൽ സത്യം ആരാണ്? സത്യം ആരാണ്? വചനം. യോഹന്നാൻ 17:17 വചനം സത്യമാണോ ഇല്ലയോ?
വചനം വിശ്വസിക്കാമോ? വിശ്വസിക്കാം. കണ്ടോ? വെളിപാട് 21 1-8 വരെ വചനം. അതിൽ 6 വെളിപാട് 24 വചനം വിശ്വാസയോഗ്യമാണ്. 1 തിമോത്തി 1:9 വചനം വിശ്വാസയോഗ്യമാണ്. വചനം വഞ്ചിക്കുമോ? ഇല്ല. റോമ 9:6 അവസാനം വരെ വചനം നിൽക്കുമോ? കടന്നുപോകും. എന്റെ വചനം മാർക്കോസ് 13:31 കുറെ വചനങ്ങൾക്ക് ഇങ്ങനെ പറയണം. നിങ്ങളും പറയണം. ഞാൻ പറയുന്നത് കേട്ടു പറയണം. കേട്ടോ? അങ്ങനെയാണ് ഈ കൃപ വരുന്നത്. വന്നു കേട്ടോ? അതുകൊണ്ടാണ് ജീസസിന്റെ മാർക്കോസ് 3:13-14 കർത്താവിന്റെ കൂടെ നടക്കണം. ഇത് കൂടെ നടക്കാതെ വല്ലപ്പോഴും ഈശോ പറഞ്ഞു. മാർക്കോസ് 14:30 എത്രക്ക 32-4 അല്ലേ? എന്താ പറഞ്ഞു? 32-34 വായിച്ചു. അവർ ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി പരിയാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റി തരണമേ. എന്നാൽ എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുന്നുവോ? കണ്ടോ? നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. നല്ല ഉറക്കണേ. പ്രാർത്ഥിക്കാൻ പോയതിലും നല്ല ഉറങ്ങിയ 1 മണിക്കൂർ വന്നിട്ട് ഉറങ്ങാതിരുന്നു. 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? 1 മണിക്കൂർ ഇരിക്കാൻ പോയിട്ട് കഴിക്കട്ടെ. ആരാണ് പത്രോസ്? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. കണ്ടോ? ആത്മാവ് പ്രലോഭനത്തില് അകപ്പെടാതിരിക്കാൻ ഈശോ പറഞ്ഞ. അല്ലെങ്കിൽ ഉറങ്ങുമ്പോ മറ്റവും വരും. 1 പത്രോസ് 5:8 ആലന്ന് അവൻ വന്ന് വിഴുന്നു ഉറങ്ങിയായിരുന്നു. 1 മണിക്കൂർ കഴിക്കാത്ത ഉറക്കം. 3 കൂടി കൂർക്കം വരിക്കായിരുന്നു. ഈശോനെ കണ്ടപ്പോ ചാടി എന്നിട്ട് കണ്ണെന്നിട്ട് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ? രാമരാമന്റെ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. പിന്നെ അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. കണ്ണുകളെ കർത്താവിന്റെ കൂടെ വന്നിട്ട് ഇതെല്ലാം കണ്ടത് കണ്ണു ഭയങ്കരമാണ്. എന്താ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ലോണം കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ ഇഷ്ടം പോലെ തേച്ച് നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ വന്നോ? ആഴ്ചയോട് നിങ്ങളൊക്കെ വയറന്മാരാവും. എന്തുകൊണ്ടാണ്? ഒന്ന് വന്നോ നോക്ക്. കാണാൻ നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. കോഴി എത്രയാണ് കൊണ്ടുവരുന്നത്? ഇന്ന് തന്നെ അതിനെന്തൊരു സങ്കടം തിന്നില്ലെന്നും പറഞ്ഞു കരച്ചില്ല. കർഷകർ എന്തൊക്കെയാണ് ഉണ്ടാക്കണം? അതിന് ഉച്ചയ്ക്ക് വാങ്ങിയ ഫിഷ്മോളി ഉണ്ടാക്കി കാത്തിരിക്കാം. ഫിഷ്മോളി ഉണ്ടാക്കി, റോസ്റ്റ് ഉണ്ടാക്കി, കട്ട്ലറ്റ് ഉണ്ടാക്കി തിന്നാൻ കാര്യങ്ങളാണ് ഇല്ലേ? ഇതുപോലെ ഓരോ വീടുകളിലും കയറി വന്നാലും അതുകൊണ്ട് ഇതൊന്നും ഈശോ പറഞ്ഞ വീടുകളിലും കല്യാണം കണ്ടോ?